കുണ്ടറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ മുക്കൂട് ഗ്രൗണ്ട് മേലെ മുക്കൂട് റോഡ് രേഖകളിൽ മാത്രം ഒതുങ്ങുന്നതായി പരാതി. 2002-ലാണ് റോഡ് നിർമ്മിച്ചത്. വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ നടവഴി പോലെ കാടുകയറി കിടക്കുകയാണ് റോഡ്. 10 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സ്കൂളിൽ പോകുന്ന വഴിയാണ്. ഇതുവഴി പോകുമ്പോൾ ഫുള്ള് ചെളിയാണ്. മിക്കപ്പോഴും മഴ പെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും വെള്ളം നിറഞ്ഞ് ഒഴുകാറുണ്ട്. അപ്പോൾ അമ്മാമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഡയാലിസിസിന് ഇതുവഴിയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് വയ്യ ഇപ്പം അമ്മാമ്മയ്ക്ക് ഇതുവഴി പോകാൻ പറ്റുന്നില്ല. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ മുക്കൂട് ഗ്രൗണ്ട് മേലെ മുക്കൂട് റോഡാണ് രേഖകളിൽ മാത്രം ഒതുങ്ങുന്നതായി പരാതി ഉയരുന്നത്. 2002-ൽ മേലെ മുക്കൂട് മുണ്ടുപൊയ്ക നിവാസികൾ ചേർന്ന് നെടുമ്പായിക്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുകൂടി മുണ്ടുപൊയ്ക വഴി മുക്കൂട് ഗവൺമെന്റ് സ്കൂളിലേക്ക് റോഡ് നിർമ്മിച്ചിരുന്നു. അതിനുശേഷം നെടുമ്പായിക്കുളത്തു നിന്നും മുണ്ടുപൊയ്ക വരെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തു. എന്നാൽ സ്ഥായിയായ ഒരു വികസന പ്രവർത്തനം റോഡിൽ നടന്നില്ല. 2022-ൽ NK പ്രേമചന്ദ്രൻ MPയുടെ ഫണ്ടിൽ നിന്നും റോഡ് നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ചു. എന്നാൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള കുറച്ചു ഭാഗം റെയിൽവേയുടെ ഭൂമിയായതിനാൽ യൂസർ ഫീ കെട്ടിവെക്കേണ്ടതായി വന്നു. 3 ലക്ഷം രൂപയോളം പ്രദേശവാസികൾ ചേർന്ന് പിരിവെടുത്ത് റെയിൽവേക്ക് അടച്ച ശേഷമാണ് റോഡിന്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ റോഡിന്റെ ഭൂരിഭാഗവും ഗതാഗത യോഗ്യമല്ലാതെ നടവഴിയായി കാടുകയറി അവശേഷിക്കുകയാണ്. പ്രദേശത്തെ വിദ്യാർത്ഥികൾ മുക്കൂട് ഗവൺമെന്റ് UP സ്കൂളിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന പ്രധാന റോഡാണിത്. എത്രയോ കോടി കുഞ്ഞുങ്ങളാണ് ഈ കാട്ടിൽ കൂടെ സ്കൂളിലോട്ട് പോകുന്നത്. ഈ വഴി കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ ദുരിതമാണ്. ഈ വഴി നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പ്രായമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. പോകുന്ന വഴിയല്ല എത്രയോ പേര് ഇവിടെ തന്നെ മറിഞ്ഞു വീണേക്കുന്നു. അതിനൊക്കെ ഒരു പരിഹാരം കാണണം. നിരവധി കുടുംബങ്ങളാണ് റോഡിനെ ആശ്രയിക്കുന്നത്. PC വിശ്വനാഥ് MLA റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് സന്ദർശിക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡ് ഒന്ന് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അത് മതിയാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ട പിന്തുണ നൽകണമെന്ന് ബഹുമാനപ്പെട്ട MPയോട് അഭ്യർത്ഥിക്കും. എന്തായാലും റോഡൊന്ന് പൂർണ്ണതോതിൽ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. MPയും MLAയും കൂടാതെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കൂടി റോഡിന്റെ വികസനത്തിനായി സഹായിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ MLA ശ്രീ PC വിഷ്ണുനാഥ് 10 ലക്ഷം രൂപ അനുവദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്നാൽ ഈ റോഡിന്റെ വികസനത്തിന് ഈ തുക അപര്യാപ്തമാണ്. അപ്പം ബാക്കി ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ച് ഈ റോഡിന് വേണ്ടുന്ന വികസന പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം ആവശ്യം. ഈ റോഡ് വളരെ പ്രധാനമുള്ള, അതായത് മുക്കൂട് ഗവൺമെൻറ് UP സ്കൂളിലോട്ട് പോകുന്ന ഒരു റോഡാണ്. നെടുമ്പായക്കുളം റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ സമാന്തര റോഡായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയാണിത്. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും ബഹുമാനപ്പെട്ട MPയും എല്ലാവരും കൂടെ ചേർന്ന് ഈ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കി തരണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.